ലഹരിക്ക് അടിമയായാൽ അത് കുട്ടികൾ മാത്രമല്ല, കുട്ടികളെ മാത്രമേ ലഹരി അടിക്കുന്നുള്ളൂ. എത്ര പണ്ടെല്ലാം പട്ടയും ഊളച്ച ചാരായവും അടിച്ചിട്ട് റോഡരികിൽ കിടന്നിട്ട് ഛർദിച്ചിട്ട് അതിൽ മൊത്തിയും കുത്തി വീണിട്ട് അത് കണ്ടിട്ട് മദ്യപാന ശീലത്തിലേക്ക് കടന്ന ഒരൊറ്റ കുട്ടി ഉണ്ടാവില്ല. പറഞ്ഞാൽ പണ്ട് കാലത്ത് മദ്യപിക്കുന്നവരെ കണ്ടിട്ട് മദ്യപാനത്തിലേക്ക് കടന്ന ഒരൊറ്റ കുടുംബത്തിലെ കുട്ടികളും ഉണ്ടാവില്ല. കാരണം അത് കണ്ടിട്ട് ഇതുപോലെ ഞാനാവില്ല എന്ന് പറയായിരുന്നു. കള്ള് ആയിരുന്നു പണ്ട് ഭയങ്കര കുറ്റമായി കണ്ടിരുന്നത്. പിന്നീട് പട്ട എന്ന് പറഞ്ഞാൽ പുതിയ തലമുറക്ക് അറിയില്ല. നമ്മളൊരു സ്കൂളിൽ ചോദിച്ചൊരു കടങ്കഥയാണ്. ആന തിന്നുന്നതും ആനക്കാരൻ കുടിക്കുന്നതുമായ സാധനം എന്താ? ആന പനേൻ്റെ പട്ട തിന്നു, ആനക്കാരൻ പട്ട കുടിക്കും. അതാണ് പട്ട എന്ന ഉത്തരം. ഇപ്പോൾ പട്ട എന്താണെന്ന് ആർക്കും അറിയില്ല. പിന്നീട് ഇതര സംസ്ഥാനത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വ്യാജച്ചാരായം ഉണ്ടായിരുന്നു. മൂലവെട്ടി കേട്ടിട്ടുണ്ടോ? മൂലവെട്ടി കത്തിരി പാക്കറ്റ് ചാരായം. മൂല കണ്ടിക്കുക, പടു കുടിക്കുക, വെളിച്ചക്കിയാട്. എന്നാൽ കുപ്പിയും മറ്റൊന്നും വേണ്ട. മൂലവെട്ടി. അതിൽ തന്നെ പല നാണം കുണിങ്ങി, ജീസസ്, പോസ്റ്റ്മക്കേറ്റി എന്നെല്ലാം പറഞ്ഞ സാധനങ്ങളുണ്ടായിരുന്നു. നാണം കുണി അടിച്ചാൽ പിന്നെ നാണം കുണിയാണ് നിന്നോളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ജീസസ് എന്ന് പറഞ്ഞാൽ അടിച്ചാൽ ഓഫാവും, മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കും. അതാ ജീസസ്. ഇങ്ങനെ പല സാധനങ്ങൾ പണ്ടുണ്ടായിരുന്നു. വിഷയം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത കാലത്ത് ഇതിനെ കൺട്രോൾ ചെയ്യുവാനുള്ള കരുത്തില്ലാത്തൊരു തലമുറയുണ്ടായി. എങ്ങനെ? അത് മനഃശാസ്ത്രപരമായി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്താ ഈ മനഃശാസ്ത്രം? നമ്മുടെ കുട്ടികൾ പണ്ടത്തെ നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ അല്പം വെള്ളടിച്ചാൽ എന്താണ്? KPSCൻ്റെ നാടകഗാനം പാടും. നാടകഗാനം പാടാൻ ഒരു കുപ്പി കള്ളുമായി കൊടുത്താൽ നാടകഗാനം പാടുന്ന കുറേ ആളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. പാമ്പുകൾക്ക് മാളമുണ്ട്, അതൊക്കെ നന്നായി പാടും. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികളുടെ ഈ ശരീരത്തിൻ്റെ ലഹരി മനസ്സിൻ്റെ ലഹരിയുമായിട്ട് കണക്ഷൻ ഇല്ല. കാരണം അവരുടെ മനസ്സെന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഡീലിറ്റ് ആക്കപ്പെട്ടു. ഉത്തരവാദി അമ്മയും അച്ഛനുമാണ്. എന്തായാലും തെളിവ് തരാം. മനുഷ്യന് രണ്ട് ലഹരി നിർബന്ധമാണ്. എന്തൊക്കെ ഒരു ലഹരി വേണം. എന്ത് ലഹരിയാ? ചിലയാൾക്ക് രാഷ്ട്രീയം ലഹരിയാണ്, ചിലയാൾക്ക് സംഗീതം ലഹരിയാണ്, ചില ആളുകൾക്ക് നാടകം ലഹരിയാണ്, ചില ആളുകൾക്ക് ചിത്രം വരക്ക ലഹരിയാണ്. രണ്ടു തരം ലഹരിയുണ്ട്, വിഹിത ലഹരിയും അവിഹിത ലഹരിയും. നമ്മുടെ വീട്ടിൽ വിഹിത ലഹരിയുടെ ഇടങ്ങൾ അടയപ്പെട്ടു. അപ്പോൾ അവിഹിത ലഹരിയുടെ ഇടങ്ങൾ തുറക്കപ്പെട്ടു.